ഇനി നമുക്ക് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ എന്താണെന്ന് നോക്കാം. ആ വേർഡ് ഒന്ന് ശ്രദ്ധിക്കുക. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണല്ലോ. ഇക്വിപൊട്ടൻഷ്യൽ, അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈക്വൽ പൊട്ടൻഷ്യൽ, പൊട്ടൻഷ്യൽ ഈക്വൽ ആയിട്ട് വരുന്ന സർഫസുകൾ. അതായത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് എ സർഫസ് with a constant value of potential at all points on the surface. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിലെ ഏത് പോയിന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ സെയിം ആയിട്ട് വരുന്ന സർഫസുകളെ പറയുന്ന പേരാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൊട്ടൻഷ്യലിന് വി എന്നുള്ള സിമ്പിളല്ല നമ്മൾ കൊടുത്തിരുന്നത്. വി എന്ന് പറയുന്നത് എന്തായിരിക്കും? വി ഈസ് എ കോൺസ്റ്റൻറ്റ്. പൊട്ടൻഷ്യൽ ഒരു കോൺസ്റ്റൻറ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു പ്ലസ് ക്യൂ ചാർജിൻ്റെ കേസിൽ ആർ ഡിസ്റ്റൻസ് അകലത്തിലെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചിരുന്നു. എന്തായിരുന്നു ഇക്വേഷൻ? പോയിൻ്റ് ചാർജിൻ്റെ കേസിൽ വി ഈക്വൽസ് 1/4πε0 Q/r എന്നായിരുന്നു നമ്മുടെ ഇക്വേഷൻ അല്ലേ? അപ്പോൾ ഇവിടെ ഈ ആറിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും വിയുടെ വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും ആണല്ലോ. അപ്പോൾ നോക്കിക്കേ, ഒരു പ്ലസ് ക്യൂ ചാർജ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് അല്ലേ, പോയിൻ്റ് ചാർജ്. ഈ പ്ലസ് ക്യൂ ചാർജിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലത്തിൽ, ഇപ്പോൾ ആറ് നമുക്ക് തൽക്കാലം ഒരു 2 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാം. 2 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു പോയിൻ്റ് ഉണ്ട്. അവിടെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ആറിൻ്റെ വാല്യൂ നമ്മൾ 2 സെൻറ്റിമീറ്റർ ആയിട്ട് കൊടുത്ത് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അത് തന്നെ ആയിരിക്കില്ലേ ഇവിടെ നിന്ന് 2 സെൻറ്റിമീറ്റർ അകലത്തിൽ ഈ പോയിന്റിൽ, അത് തന്നെ ആയിരിക്കില്ലേ 2 സെൻറ്റിമീറ്റർ അകലത്തിൽ ഇവിടെ ഒരു പോയിന്റ്, അല്ലെങ്കിൽ ഇവിടെ ഒരു പോയിന്റ്, അല്ലെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് അല്ലേ? അപ്പോൾ 2 സെൻറ്റിമീറ്റർ അകലത്തിൽ നമ്മൾ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും ആണല്ലോ. അപ്പോൾ ഈ പ്ലസ് ക്യൂ ചാർജിന് ചുറ്റും പൊട്ടൻഷ്യൽ സെയിം ആയിട്ട് വരുന്ന രീതിയിലുള്ള പോയിന്റുകളെ ജോയിൻ ചെയ്ത് നമുക്ക് ഒരു സർഫസ് കൺസിഡർ ചെയ്യാം. ആ സർഫസിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? സ്ഫെരിക്കൽ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ഒരു പോയിൻ്റ് ചാർജിന് ചുറ്റുമുള്ള ഒരു സ്ഫെരിക്കൽ സർഫസിന് നമുക്ക് ഇക്വിപൊട്ടൻഷ്യൽ സർഫസാണെന്ന് കണക്കാക്കാം. വീണ്ടും മറ്റൊരു ഡിസ്റ്റൻസ് എടുക്കുക, ഒരു 4 സെൻറ്റിമീറ്റർ അകലത്തിലെ ഈ പോയിൻ്റ്, അവിടുത്തെ പൊട്ടൻഷ്യലും ഇതേമാതിരി 4 സെൻറ്റിമീറ്റർ അകലത്തിൽ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ, ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ, ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ, ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ, ഇവിടെയൊക്കെ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു സ്ഫെരിക്കൽ സർഫസ് കിട്ടി. വേണമെങ്കിൽ ഒരു 6 സെൻറ്റിമീറ്റർ അകലത്തിൽ അടുത്ത പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? അടുത്ത ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കിട്ടും ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കണം? പ്ലസ് ക്യൂ ചാർജിന് ചുറ്റുമുള്ള കോൺസെൻട്രിക് ആയിട്ടുള്ള സ്ഫെരിക്കൽ സർഫസുകളെ എന്തായിട്ട് കണക്കാക്കാം? ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ആയിട്ട് കണക്കാക്കാം. പിടിയിട്ടില്ല? ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ കേസിൽ നമ്മൾ പ്ലസ് ചാർജിൻ്റെ കേസിൽ ആ ഷേപ്പ് എന്താണെന്ന് നോക്കി, ആ പ്ലസ് ചാർജിന് ചുറ്റുമുള്ള കോൺസെൻട്രിക് ആയിട്ടുള്ള സ്ഫിയേഴ്സാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകത ഓർത്തിരിക്കുക, പൊട്ടൻഷ്യൽ എങ്ങനെയാണ്? സെയിം ആയിട്ടാണ് വരുന്നത്. വീണ്ടും നമുക്കറിയാം പൊട്ടൻഷ്യൽ, 2 പോയിന്റുകളിലെ പൊട്ടൻഷ്യൽ സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? 2 പോയിന്റിലെയും പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ അവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെങ്കിൽ ഉറപ്പായിട്ടും വർക്കിൻ്റെ വാല്യൂ, അതായത് ഒരു പോയിന്റ് ചാർജിന് അല്ലെങ്കിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാനുള്ള വർക്കിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്കിൻ്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് പൊട്ടൻഷ്യലിൽ W that is equal to Q into V. A and B ആണ് 2 പോയിന്റ്സ് എങ്കിൽ WAB that is equal to Q into VAB ആണല്ലോ. that is Q into VB minus VA എന്ന് പറഞ്ഞു കൊടുക്കാം. ഈ B എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ V, A എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യലും V. അപ്പോൾ VB minus VA that is V minus V, അതിൻ്റെ വാല്യൂ അപ്പോൾ എന്തായിരിക്കും?
0 ആയിരിക്കും. അപ്പോൾ വർക്കിൻ്റെ വാല്യൂ എന്തായിരിക്കും? Q ഇൻറ്റു 0 ദറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യിക്കാനായിട്ട് വർക്കിൻ്റെ ആവശ്യം ഇല്ല. നോ വർക്ക് ഈസ് ഡൺ ഫോർ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ point to another point on the same equipotential surface. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ഓർത്തിരിക്കുക. വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഓൺ ദ സെയിം ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈസ് 0. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആക്ട് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും സർഫസിന് നോർമലായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ നോക്കിക്കേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് +Q ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഡിറക്ഷൻ എങ്ങനെയാണ്? റേഡിയലി ഔട്ട്വേർഡ് ഡിറക്ഷൻ ആണല്ലോ. അപ്പോൾ നോക്കൂ, നമ്മുടെ ആ കോൺസെൻട്രിക് ആയിട്ടുള്ള സ്ഫെരിക്കൽ സർഫസിന് നോർമലായിട്ട് കണ്ടോ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആക്ട് ചെയ്യുന്നത്. ഓർത്തിരിക്കാം. അപ്പോൾ തേർഡ് പോയിന്റ് ഓർക്കാം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പെർപെൻഡിക്കുലർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ കിട്ടിയോ? ഇപ്പോൾ ഇനി ഒരു യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നമുക്ക് കൊടുക്കാം. ഇതാണ് നമ്മുടെ യൂണിഫോം ഫീൽഡ്. ഇതൊരു യൂണിഫോം ഫീൽഡാണെന്ന് വിചാരിച്ചോ. അപ്പോൾ യൂണിഫോം ഫീൽഡിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? പാരലായിട്ട് വരുന്ന സ്ക്വയേഴ്സ് മാതിരി റെപ്രസെൻ്റ് ചെയ്യാം. ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, ഇത് അനദർ വൺ, ഇത് നെക്സ്റ്റ് വൺ. ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ. വീണ്ടും നമുക്കൊരു പ്രത്യേകത കാണാൻ സാധിക്കുന്നത് ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ഇവിടെയാണെങ്കിലും ദാ ഇവിടെയൊക്കെ ആണെങ്കിലും അവരെങ്ങനെയായിരിക്കും? പാരലലായിരിക്കും. അപ്പോൾ അടുത്ത പോയിൻ്റായിട്ട് കൊടുക്കാം, ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ പാരലലായിരിക്കും. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഈ പാരലാണ്. അപ്പോൾ ഉറപ്പായിട്ട് അവരെന്ത് ചെയ്യില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അപ്പോൾ അടുത്ത പോയിൻ്റ് ഓർത്തിരിക്കുക, ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ നെവർ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഇൻ്റർസെക്റ്റ് ചെയ്താലുള്ള കുഴപ്പം എന്താ? അവിടെ നമുക്ക് ആ പർട്ടിക്കുലർ പോയിന്റിൽ രണ്ട് പൊട്ടൻഷ്യൽ വാല്യൂ നമുക്ക് കിട്ടും. അതൊരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ ഓർത്തിരിക്കണേ, ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ എല്ലാ പോയിന്റിലെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അടുത്ത പോയിന്റ്, നോ വർക്ക് ഈസ് ഡൺ in moving a unit positive charge from one point to another point on the same equipotential surface. നെക്സ്റ്റ് പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ എങ്ങനെയാണ്? പാരലായിരിക്കും. പാരലാണെങ്കിൽ ഉറപ്പായിട്ടും അവർ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. പിടി കിട്ടിയല്ലോ. അപ്പോൾ ഈ ഫിഗർ വരയ്ക്കാൻ നമുക്ക് ചോദിക്കാറുണ്ട്. പ്ലസ് ചാർജിൻ്റെ കേസിൽ ഓർത്തിരിക്കുക, ഷേപ്പ് എങ്ങനെയായിരിക്കും? കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. സെൻറ്ററിൽ ആരായിരിക്കും? ആ ചാർജ് വരുന്ന രീതിയിൽ. ഒരു യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള പാരലലായിട്ടുള്ള ഷീറ്റുകളായിട്ട് നമുക്ക് കാണിക്കാം ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ. ഇനി നേരെ മറിച്ച് ഒരു പ്ലസ് ചാർജും ഒരു മൈനസ് ചാർജും ആണെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി രണ്ടും പ്ലസ് ചാർജസ് ആണെങ്കിൽ, അതായത് രണ്ട് ലൈക്ക് ചാർജസ് ആണെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന
ഒരു റിലേഷൻ എന്താണെന്ന് നോക്കാം. ഇലക്ട്രിക് പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡിനെയും തമ്മിൽ നമുക്കൊന്ന് ബന്ധപ്പെടുത്താം. അപ്പോൾ നോക്കിക്കേ, രണ്ട് ഇക്വി പൊട്ടൻഷ്യൽ സർഫസുകൾ നമ്മൾ എടുക്കുക. ഇത് എ എന്ന് പറയുന്ന ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്, ഇത് ബി എന്ന് പറയുന്ന ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ആ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആണ് വി എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്ന ഇക്വി പൊട്ടൻഷ്യൽ സർഫസിലെ എല്ലാ പോയിന്റുകളിലെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ആ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വി പ്ലസ് ഡി വി ആണെന്ന് വിചാരിച്ചോളൂ. ഇനി നമ്മൾ എടുക്കുന്നത് ബി എന്ന് പറയുന്ന ഇക്വി പൊട്ടൻഷ്യൽ സർഫസിലെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുവാണ് പി എന്ന് പറയുന്ന പോയിന്റ്. ഈ പി എന്ന് പറയുന്ന പോയിന്റ് എ എന്ന് പറയുന്ന ഈ സർഫസിൽ നിന്ന് പെർപെൻഡിക്കുലറായിട്ട് ഡി എൽ ഡിസ്റ്റൻസ് അകലത്തിലാണ് ഇരിക്കുന്നത്. അതായത് എ എന്ന് പറയുന്ന സർഫസിൽ നിന്ന് ഡി എൽ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലറായിട്ട് പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള അകലം എന്ന് പറയുന്നത് ഡി എൽ ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ എന്താ കാണിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യിക്കുന്നത്? ബിയിൽ നിന്ന്, ആ സർഫസ് ബിയിൽ നിന്ന് എവിടേക്ക് കൊണ്ടുവരുവാണ്? എയിലെ പോയിന്റിലേക്ക് കൊണ്ടുവരിക. ബിയിൽ നിന്ന് എയിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ മൂവ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുന്നു. എങ്ങനെ മൂവ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ വർക്ക് ഡൺ എന്താണെന്ന് കണ്ടുപിടിക്കാം. ബിയിൽ നിന്ന് എയിലേക്കാണ് മൂവ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വർക്ക് ഡൺ നമുക്ക് ഇക്വേഷനായിട്ട് കൊടുക്കാം. ഡബ്ല്യു ബി എ, ബിയിൽ നിന്ന് സർഫസ് എയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഡബ്ല്യു ബി എ ദറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷനായിട്ട് വരുന്നത്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ. അപ്പോൾ മോഡുലസ് ഇ എന്ന് പറഞ്ഞു കൊടുക്കാം. ഇ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എത്രയാണ്? ഡി എൽ ആണല്ലോ. അപ്പോൾ ഡബ്ല്യു ബി എ ദറ്റ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി എൽ നമുക്ക് കിട്ടി. വീണ്ടും പൊട്ടൻഷ്യലിൻ്റെ ടേമിൽ വർക്കിനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഡബ്ല്യു ബി എ ദറ്റ് ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണല്ലോ. ഹിയർ ഈ ചാർജ് എന്ന് പറയുന്നത് ആരാ? യൂണിറ്റ് പോസിറ്റീവ് ചാർജാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ഇതൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ് എങ്കിൽ ഇപ്പോൾ 1 ഇൻറ്റു വി ബി എ ദറ്റ് ഈസ് വി ബി എ എന്ന് പറഞ്ഞു കൊടുക്കാം. ദറ്റ് ഈസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി ആണല്ലോ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് ടു പോയിൻറ്റ്സ് കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡബ്ല്യു ബി എ ദറ്റ് ഈസ് ഈക്വൽ ടു എയിലെ പൊട്ടൻഷ്യൽ എന്താണ്? വി മൈനസ് ബിയുടെ പൊട്ടൻഷ്യൽ വി പ്ലസ് ആണല്ലോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വി മൈനസ് വി 0 മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ഡി വി കിട്ടും. വി ഡബ്ല്യു ബി എ ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി. അപ്പോൾ നോക്കിയേ, ഈ ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2 കമ്പയർ ചെയ്യുമ്പം രണ്ടിൻ്റെയും ഇടതുവശം സെയിമാണ്. അപ്പോൾ റൈറ്റ് സൈഡിന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? ഫ്രം 1 and 2 റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ മോഡുലസ് ഇ ഡി എൽ ദറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? മൈനസ് ഡി വി, അല്ലെങ്കിൽ മോഡുലസ് ഇ ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എൽ. ആണോ? ഇലക്ട്രിക് ഫീൽഡ് ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എൽ. അതായത് മൈനസ് ഓഫ് നെഗറ്റീവ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സർഫസസ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ. ആ ഡി വി ബൈ ഡി എൽ, ആ ഡി വി ബൈ ഡി എല്ലിന് പറയുന്ന പേരാണ് ഡി വി ബൈ ഡി എൽ അതിന് പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. പൊട്ടൻഷ്യൽ
ഗ്രേഡിയൻറ്റ്. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇലക്ട്രിക് ഫീൽഡിനെ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റിൻ്റെ ടേമിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. ഇ ദറ്റ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇ ഈക്വൽസ് നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിൽ നമുക്കൊരു റിലേഷനായി. ആ റിലേഷനിലേക്ക് ഒന്ന് കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് നമുക്ക് കിട്ടും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് നോക്കിക്കേ. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ അല്ലേ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ, യൂണിറ്റ് എന്താ? വോൾട്ട്. ഡിവൈഡഡ് ബൈ ലെങ്ത് അല്ലേ, ഡിസ്റ്റൻസ് അല്ലേ, എന്താ യൂണിറ്റ്? മീറ്റർ. ഓർക്കുന്നുണ്ടോ? നമ്മൾ അന്ന് ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് കണ്ടുപിടിച്ചപ്പം ഫസ്റ്റ് ചാപ്റ്ററിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് കണ്ടുപിടിച്ചപ്പോൾ എന്തൊക്കെയായിരുന്നു യൂണിറ്റ്? ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചത് ഇ ഈക്വൽസ് F/Q എന്നായിരുന്നു. അപ്പം ന്യൂട്ടൺ പെർ കൂളം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് വേറൊരു യൂണിറ്റും കൂടി ഉണ്ട്, വോൾട്ട് പെർ മീറ്റർ. ആ വോൾട്ട് പെർ മീറ്റർ അല്ലേ ഇതാ ഇവിടെ കിട്ടിയത്. ഇവിടെ നിന്നാണ് നമ്മൾ ആ യൂണിറ്റ് യൂസ് ചെയ്തത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ആയിട്ട്, നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ യൂണിറ്റ് നമുക്ക് കിട്ടും വോൾട്ട് പെർ മീറ്റർ. ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. രണ്ട് ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എടുത്തു, എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും. ആ ബി എന്ന് പറയുന്ന സർഫസിൽ നിന്ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എയിലേക്ക് നമ്മൾ മൂവ് ചെയ്യിക്കുകയാണ്. അപ്പോൾ വർക്ക് ഡൺ എന്താണെന്ന് നോക്കി. വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മോഡുലസ് ഇൻറ്റു ആ ഡിസ്റ്റൻസ് കൊടുത്തു. വീണ്ടും നമുക്ക് ഇൻ ടേംസ് ഓഫ് പൊട്ടൻഷ്യലിൽ വർക്ക് എന്താണെന്ന് നോക്കി. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് കിട്ടി. അങ്ങനെ വാല്യൂ കൊടുക്കുമ്പോൾ എയിലെ പൊട്ടൻഷ്യലും ബിയിലെ പൊട്ടൻഷ്യലും കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് -dV. അപ്പോൾ രണ്ട് ഇക്വേഷനിലും LHS സെയിം ആണ്. അപ്പോൾ RHSനെ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ ഇങ്ങനെയാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ മോഡുലസ് ദറ്റ് ഈസ് ഈക്വൽ ടു -dV/dl. ദറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. അടുത്തായിട്ട് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ് എന്താണെന്ന് നോക്കാം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് ദ ചാർജസ് ഫ്രം ഇൻഫിനിറ്റി ടു ഫോം ദ സിസ്റ്റം. ആ സിസ്റ്റം ഫോം ചെയ്യാനായിട്ട് ഇൻഫിനിറ്റിയിൽ നിന്ന് ആ ചാർജസിനെ കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്കാണ് ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് ദ ചാർജസ് ഫ്രം ഇൻഫിനിറ്റി ടു ഫോം ദ സിസ്റ്റം. ഇപ്പോൾ നമുക്ക് 2 ചാർജ് ഉള്ള ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യാം. അതിലെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. 2 പോയിൻ്റ് ചാർജുള്ള ഒരു സിസ്റ്റം. അപ്പോൾ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ആ ചാർജസ്. ഇതൊരു ചാർജ് Q1, ഇത് സെക്കൻഡ് ചാർജ് Q2. എ ആൻഡ് ബി എന്ന് വേണമെങ്കിൽ പേര് കൊടുക്കാം. ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ ഇപ്പോൾ ജസ്റ്റ് R12 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഒരു സിസ്റ്റം ഓഫ് 2 ചാർജസ് ആണ്. എയിൽ Q1 ചാർജും ബിയിൽ Q2 ചാർജും ഉണ്ട്. ഇപ്പോൾ നോക്കിക്കേ, ഇനീഷ്യലി എയിൽ Q1 ചാർജ് ഉണ്ട്. അതുമൂലം R12 ഡിസ്റ്റൻസ് അകലത്തിൽ ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ Q2 എന്ന് പറയുന്ന ചാർജ് അവിടെ ഇല്ല എന്ന് വിചാരിക്കും. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ Q1 എന്ന് പറയുന്ന ഈ ചാർജ് മൂലം ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എന്തായിരിക്കും? അതായത് പൊട്ടൻഷ്യൽ അറ്റ് ബി ഡ്യൂ ടു എയിൽ ആരാ ചാർജ് ഉള്ളത്? Q1 എന്ന് പറയുന്ന ചാർജ് അവിടെ ഉള്ളത്. ബി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ ആര് മൂലം? Q1 എന്ന് പറയുന്ന ആ ചാർജ് മൂലമുള്ള പൊട്ടൻഷ്യൽ. എന്തായിരിക്കും ഇക്വേഷൻ? V that is equal to 1/4πε0 Q1 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാണ്? R12. ക്ലിയർ ആയല്ലോ? ഈ 2 ചാർജുള്ള ഈ സിസ്റ്റത്തിലെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്
ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്ന എ എന്ന് പറഞ്ഞ പോയിന്റിൽ ആ Q1 എന്ന് പറയുന്ന ചാർജ് മാത്രമുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും R12 ഡിസ്റ്റൻസ് അകലത്തിലാണ് ഈ ബി എന്ന് പറയുന്ന പോയിന്റ്. അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആര് മൂലം? ഈ Q1 എന്ന് പറയുന്ന ചാർജ് മൂലം അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. അതിൻ്റെ വാല്യൂ ആണ് V, that is equal to 1/4πε0 Q1/R12. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ബി എന്ന് പറയുന്ന ഈ പോയിന്റിലേക്ക് ഈ Q2 എന്ന് പറയുന്ന ചാർജിനെ കൊണ്ടുവരിക. എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? അങ്ങ് ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ ബിയിലേക്ക് Q2നെ കൊണ്ടുവരിക. അപ്പോൾ ചെയ്യുന്ന വർക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് Q2 ഫ്രം ഇൻഫിനിറ്റി. Q2നെ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരികയാണ്. എവിടേക്ക് കൊണ്ടുവരുന്നു? ഫ്രം ഇൻഫിനിറ്റി ടു ബിയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ വർക്കിനുള്ള ഇക്വേഷൻ നമ്മൾ ആലോചിച്ചു. W ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഡബ്ല്യുവിൻ്റെ ഇക്വേഷൻ? Q ഇൻറ്റു വി അല്ലേ? ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ്. അപ്പോൾ ബിയിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? വി ആണ്. ആരെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്? Q2നെ കൊണ്ടുവരുന്നത്. അപ്പോൾ വി ഇൻറ്റു Q2 ആണല്ലോ. അപ്പോൾ W ദറ്റ് ഈസ് ഈക്വൽ ടു വി വാല്യൂ എത്രയാണ് നമുക്കറിയാം. വാല്യൂ കൊടുക്കുവാണ് 1/4πε0 Q1/R12. വിയുടെ വാല്യൂ കൊടുത്തു ഇൻറ്റു Q2. ദറ്റ് ഈസ് W ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2/R12. ദിസ് വർക്ക് ഡൺ ആണ് ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ സിമ്പിൾ എന്താണ്? U, ക്യാപിറ്റൽ U, ദറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R12. കിട്ടിയല്ലോ. അപ്പോൾ ഒരു 2 ചാർജ്ഡ് പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് U ഈക്വൽസ് 1/4πε0 Q1 Q2/R12. ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. 2 പോയിന്റ് ചാർജസ് Q1 ആൻഡ് Q2 ആണ് എ ആൻഡ് ബിയിൽ ഇരിക്കുന്നത്. R12 ആണ് അവർ തമ്മിലുള്ള സെപ്പറേഷൻ. ഇനീഷ്യലി നമ്മൾ ചെയ്യുന്നത് Q1നെ മാത്രം നമ്മൾ ചിന്തിക്കുക എ എന്ന് പറയുന്ന പോയിന്റിൽ. അപ്പോൾ ഉറപ്പായിട്ടും ബിയിലെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? Q1 മൂലം. അപ്പോൾ Q2 അവിടെ ഇല്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ബിയിലെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ V ഈക്വൽസ് 1/4πε0 Q1/R12. ആ പൊട്ടൻഷ്യലിലേക്കാണ് ആരെ കൊണ്ടുവരുന്നത്? Q2നെ കൊണ്ടുവരുന്നത്. എവിടെ നിന്ന് കൊണ്ടുവരുന്നു? അങ്ങ് ഇൻഫിനിറ്റിയിൽ നിന്ന് ആ ബിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ചെയ്യുന്ന വർക്ക് W ദറ്റ് ഈസ് ഈക്വൽ ടു ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ ഇൻറ്റു ആ ചാർജ് Q2നല്ലേ കൊണ്ടുവരുന്നത്. അപ്പോൾ V ഇൻറ്റു Q2. V എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ വാല്യൂ കൊടുത്ത് 1/4πε0 Q1/R12 ഇൻറ്റു Q2. അങ്ങനെ നമുക്ക് കിട്ടി W ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2/R12. ഈ വർക്ക് ഡൺ ആണ് ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ U ഈക്വൽസ് 1/4πε0 Q1 Q2/R12. അടുത്തതായിട്ട് നമുക്ക് 3 ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ സിസ്റ്റത്തിൽ 3 ചാർജസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ? അപ്പോൾ നമുക്ക് ഇതൊരു ചാർജ് Q1, ഇത് അടുത്ത ചാർജ് Q2, ഇത് തേർഡ് ചാർജ് Q3. Q1 Q2 തമ്മിലുള്ള സെപ്പറേഷൻ നമുക്ക് കൊടുക്കാം R12. Q1 Q3 തമ്മിലുള്ള സെപ്പറേഷൻ കൊടുക്കാം R13. Q2 ആൻഡ് Q3 തമ്മിലുള്ള അകലം R23 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം കണ്ടുപിടിക്കാനായിട്ട് ചെയ്യുന്ന ഓരോ പെയേഴ്സായിട്ട് എടുക്കുവാണ്. Q1 Q2 എടുക്കുക, അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് നോക്കും. Q2 Q3 എടുക്കും, അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് നോക്കും. Q1 Q3 എടുക്കും, അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് നോക്കും. എന്നിട്ട് ആ 3 പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അങ്ങനെ നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി കിട്ടും. അപ്പോൾ നമുക്ക് കൊടുക്കാം ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി U ദറ്റ് ഈസ് ഈക്വൽ ടു
ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാർജിൻ്റെ കേസ്, രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാർജിൻ്റെ കേസ്, ഒന്നാമത്തെയും മൂന്നാമത്തെയും ചാർജിൻ്റെ. അപ്പോൾ ഓരോ പെയറിലെയും പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചിട്ട് അതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് കിട്ടും. ആണല്ലോ. അപ്പോൾ നേരിട്ട് നമുക്ക് ആ ഇക്വേഷനിലേക്ക് കിടക്കാം. യു ദറ്റ് ഈസ് ഈക്വൽ ടു U12. ആ ഫസ്റ്റ് പെയർ നമ്മൾ എടുക്കുമ്പോൾ Q1 ആൻഡ് Q2 അല്ലേ ചാർജസ്, അവർ തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാണ്? R12. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഇക്വേഷൻ അങ്ങോട്ട് അപ്ലൈ ചെയ്യുവാണ്. ദറ്റ് ഈസ് 1/4πε0 Q1 Q2 ബൈ അവർ തമ്മിലുള്ള സെപ്പറേഷൻ R12 പ്ലസ് അടുത്ത രണ്ട് പെയർ എടുക്കുവാണ് Q2 Q3, സെപ്പറേഷൻ എത്രയാണ്? R23. അപ്പോൾ എങ്ങനെ വരും? 1/4πε0 Q2 Q3 ബൈ R23 പ്ലസ് തേർഡ് പെയർ എടുക്കുവാണ് Q1 Q3, സെപ്പറേഷൻ എത്രയാണ്? R13. അപ്പോൾ എങ്ങനെയാണ്? 1/4πε0 Q1 Q3 ബൈ R13 ആണല്ലോ. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കിട്ടി. വേണമെങ്കിൽ 1/4πε0 നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വരുന്നത് 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ R12 പ്ലസ് Q2 Q3 ബൈ R23 പ്ലസ് Q1 Q3 ബൈ R13.